നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ഇരിക്കുന്നുണ്ട്, ലെസ് കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പായി അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇനി ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കൊണ്ടുപോകണമോ വേണ്ടയോ അതെന്താ ചെയ്യേണ്ടെന്ന് ഡിവൈൻ നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് തരുന്നത് നമുക്ക് നോക്കാം. 3 കാർഡ്സ് ഞാൻ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏത് കാർഡാണ് വേണ്ടെന്ന് എടുക്കുക. ഇത് കാർഡ് നമ്പർ 1, കാർഡ് നമ്പർ 2 ആൻഡ് കാർഡ് നമ്പർ 3. ഇതിലേത് വേണമെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഇപ്പോൾ 1 എടുത്തവരുടെ നമുക്ക് നോക്കാം. 1 എടുത്തവരുടെ പറയുന്നത് ഇങ്ങനെ നിങ്ങൾക്കൊരു തീരുമാനം തരാൻ ആ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണ് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ സ്വയം നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകുക എന്നാണ് നിങ്ങളോട് ഡിവൈൻ പറയുന്നത്. സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്തവർക്ക് നമുക്ക് നോക്കിയാൽ നമുക്ക് കിട്ടുന്നത് നിങ്ങളുടെ ഇന്നർ വോയിസ് നോക്കുക. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുമല്ലോ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോയാൽ ശരിയാവുമോ ഇല്ലയോ. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കിത് ചിന്തിച്ചെടുക്കാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊരു ആ ഒരു എബിലിറ്റി ഉണ്ട്, നിങ്ങൾക്കൊരു ഇൻഡ്യൂഷൻ പവർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്ന്. ആദ്യത്തെ ലെറ്റിൻ ഗോ ആണെങ്കിൽ ഡിവൈൻ തന്നെ പറയുകയാണ് അത് വേണ്ടാന്ന് വെക്കാൻ. ഇത് പക്ഷേ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ഇത്രയും നാളുള്ള നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് വെച്ചിട്ട് നിങ്ങളോട് പെരുമാറിയ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഏത് രീതിയിലായിരിക്കും പോകുന്നത്. കൊണ്ടുപോയാൽ നല്ലതായിരിക്കുമോ അല്ലെങ്കിൽ വിടണമോ എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിനനുസരിച്ച് തീരുമാനിക്കാമെന്നാണ് ഈ സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്തവർക്ക് ഡിവൈൻ തരുന്ന മെസ്സേജ്. 3-മത്തെ കാർഡ് നോക്കിയാൽ അവിടെ ട്രസ്റ്റാണ് വരുന്നത്. ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഇനി എന്തൊക്കെ സിറ്റുവേഷൻ വന്നാലും നിങ്ങൾക്ക് ഈ ബന്ധത്തിനെ വിശ്വസിക്കാം. ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ സിറ്റുവേഷൻസ് അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കുറേ തിരക്കുകളും കാര്യങ്ങളും കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങളുമായിട്ട് പഴയതുപോലെ ആ ഒരു കോണ്ടാക്റ്റ് വയ്ക്കാൻ സാധിക്കാത്തത്. എന്നാലും നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വിട്ടുപോകരുത് എന്ന് അവർക്കും കൂടി ആഗ്രഹമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഡിവൈനായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്ന റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് ഒരിക്കലും ഇത് കുറച്ച് ബുദ്ധിമുട്ടിയാലും നിങ്ങളിലേക്ക് തന്നെ എത്തുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അതുകൊണ്ടത് വിടരുത്. അതിലോട്ട് നിങ്ങളുടെ വിശ്വസിക്കുക എന്നാണ് ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ വന്നിരുന്നാലും അവരിതെല്ലാം ഓവർകം ചെയ്ത് നിങ്ങളോടൊപ്പം വരും എന്ന് തന്നെയാണ് ഡിവൈൻ നിങ്ങൾക്ക് തരുന്ന മെസ്സേജസ്. ഓക്കെ.